പൂതനയുടെ പതനവും അലർച്ചയും ചേർന്നുണ്ടായ ഘോര ശബ്ദം ജീവജാലങ്ങളെ ഭയത്തിലാക്കി. ജീവികൾ വിരണ്ടോടി. ഇന്ദ്രൻ്റെ വജ്രായുസേറ്റ് ബൃഹസുതൻ എന്ന ദുഷ്ടൻ എന്നതുപോലെ അവൾ ചത്തുവീണു. 6 കാതം നീളമുള്ള അവളുടെ ശരീരം കിടക്കുന്ന സ്ഥലത്ത് വൃക്ഷങ്ങളും ചെടികളും ചതഞ്ഞരഞ്ഞു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരിച്ചു വീണപ്പോഴും അവൾ ജീവജാലങ്ങളെ നശിപ്പിച്ചു എന്നർത്ഥം. അവളുടെ വക്രദ്വാരത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ദംഷ്ട്രകൾ കുരുവിക്കോൽ പോലെ നീണ്ടതും ഭയങ്കരങ്ങളുമായി കാണപ്പെട്ടു. വെള്ളം വറ്റിയ പൊട്ടക്കിണറുകൾ പോലെ വട്ടക്കണ്ണുകൾ, വെള്ളം വറ്റിയ വിസ്തൃത ഹൃദം പോലെ വയർ, മണൽത്തിട്ട പോലെ അടിവയർ, കടലിൽ കെട്ടിയ അണക്കെട്ട് പോലെ കൈകാലുകൾ, ഇവയെല്ലാം ചേർന്ന് അതിഭയങ്കരമായ രൂപത്തിൽ പൂതനയുടെ ഉടൽ അവിടെ കിടന്നു. നേരത്തെ അവളുടെ ശബ്ദം കേട്ട് വിറച്ചിരുന്ന ഗോപന്മാരും ഗോപികമാരും കൂടുതലായി ഭയപ്പെട്ടു. അതേസമയം തന്നെ അവളുടെ മാറിടത്തിൽ കൈകാലുകൾ ഇളക്കി കളിച്ചു കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ അവതാരമായ ബാലനെ കണ്ട് ഗോപന്മാരും ഗോപികമാരും അപാലവൃദ്ധം സന്തോഷിക്കുകയും ചെയ്തു. ആ ബാലനെ വാരിയെടുത്ത് ഗോപികമാർ അമ്മയായി യശോദയുടെ കരതലങ്ങളിൽ വെച്ചുകൊടുത്തു. പൂതനയുടെ ഭയജനകമായ ദേഹത്തിൽ തല്ലിക്കളിച്ചുകൊണ്ട് കിടന്ന ശ്രീകൃഷ്ണൻ്റെ രൂപം ഒരു വശത്ത് ബാല്യാവസ്ഥയെയും മറുവശത്ത് ഏവർക്കും അഭയം നൽകുന്ന ഭഗവാന്റെ ലീലയെയും സൂചിപ്പിച്ചിരിക്കുന്നു. നാരീമണിയായ യശോദയ്ക്ക് അനുഭവപ്പെട്ട പരിഭ്രമം അളവറ്റതായിരുന്നു. ഇപ്പോൾ അവൾ പരിഭ്രമത്തിൽ നിന്ന് മുക്തയായി സന്തോഷിച്ചു. ഭഗവാനാകുന്ന ബാലനെ അവൾ കൈകളിൽ വാങ്ങി മാറോടണച്ചു. കുട്ടിക്ക് ആവശ്യമായ ക്രിയകൾ ഗോപികമാർ ഒരുമിച്ച് ചേർന്ന് അനുഷ്ഠിച്ചു. പശുവിൻ്റെ വാൽ കൊണ്ട് ഉഴിയുക, തിരികാട്ടി ഉഴിയുക തുടങ്ങിയ അരിഷ്ട പരിഹാരങ്ങൾ ചെയ്തു. കുട്ടിയെ ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചു. ശരീരത്തിലെ 12 സ്ഥാനങ്ങളിൽ 12 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പശുവിൻ്റെ ചാണകം ലേപനം ചെയ്തു. 12 സ്ഥാനങ്ങളിലും 12 നാമങ്ങൾ എഴുതുകയും ചെയ്തു. കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ എന്നിവയാണ് ആ നാമങ്ങൾ. ഭസ്മം കൊണ്ട് ലേപനം ചെയ്തതിനു ശേഷമാണ് നാമങ്ങൾ എഴുതിയത്. ശ്രീകൃഷ്ണനെ മാതാവായ യശോദ എടുത്തുകൊണ്ട് സഖിമാരോടുകൂടി വീടിനുള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് യശോദ തൻ്റെ മടിയിലിരുത്തി അവന് മുലപ്പാൽ തൃപ്തിയാവോളം കൊടുത്തു. അവനെ കിടക്കയിൽ കിടത്തി. അനന്തരം അവൻ്റെ അരികിൽ യശോദ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ കംസന് കരം കൊടുക്കാൻ പോരുന്ന നന്ദൻ മധുരയിൽ നിന്ന് ഗോകുലത്തിൽ മടങ്ങിയെത്തി. ചത്തുകിടക്കുന്ന പൂതനയുടെ ശരീരം കണ്ട് നന്ദഗോപൻ അത്ഭുതപ്പെട്ടു. വസുദേവൻ തന്നോട് പറഞ്ഞ കാര്യം അപ്പോൾ നന്ദൻ ഓർമ്മിച്ചു പോയി. നന്ദഗോപൻ്റെ അത്ഭുതം ഏറെ വർദ്ധിച്ചു. നന്ദഗോപൻ വിചാരിച്ചു, ഗോകുലത്തിൽ ദോഷലക്ഷണങ്ങൾ കാണുന്നു എന്ന് വസുദേവൻ പറഞ്ഞത് എത്ര പരമാർത്ഥമായി ഭവിച്ചു. വസുദേവൻ തീർച്ചയായും ദിവ്യനാണ്. പൂർവ്വജന്മത്തിൽ തപസ്വിയോ യോഗേശ്വരനോ ആയിരുന്നു വാസുദേവൻ, നിശ്ചയം. ഇപ്രകാരം നീങ്ങിയ വിചാരം നന്ദഗോപനിലെ ദൈവവിശ്വാസം വളർത്തി. ശ്രീകൃഷ്ണൻ്റെ നേർക്ക് വാത്സല്യം ഏറെ വളരുകയും ചെയ്തു. തുടർന്ന് പൂതനയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനൊക്കെയായി നന്ദൻ തിരിഞ്ഞു. ഭൃത്യന്മാരോട് ചേർന്ന നന്ദൻ ആ കൃത്യം അനുഷ്ഠിച്ചു. പൂതനയുടെ ശരീരം പല നുറുങ്ങുകളായി അവർ വെട്ടി നുറുക്കി അവയവങ്ങൾ വെവ്വേറെ ചിതകളിൽ വെച്ച് സംസ്കാര ക്രിയകൾ നടത്താൻ തുടങ്ങി. അമ്പാടിയിൽ ശവദാഹികൾ അനുഷ്ഠിക്കുന്ന ജാതിക്കാരാണ് പൂതനയുടെ ശരീരം അവയവങ്ങളാക്കി മുറിച്ച് സംസ്കാര ക്രിയകൾ നടത്തിയത്. ദൂരെ കൊണ്ടുപോയി വിറക് ധാരാളം ഇട്ട് മൂടി ആ ദേഹത്തെ അവർ ദഹിപ്പിച്ചു. ആ ചിതയിൽ അഗ്നിയിൽ നിന്ന് ഉയരുന്ന പുകയിൽ അകിലിൻ്റേത് പോലെയുള്ള ഗന്ധം കലർന്നിരുന്നു. സുഗന്ധമുള്ള ഒരു വൃക്ഷമാണ് അകിലെന്ന് പറയുന്നത്. എങ്ങും അത് കോമളമായി വ്യാപിച്ചു. അങ്ങനെ സംഭവിക്കുക സ്വാഭാവികമാണല്ലോ. രാക്ഷസിയാണെങ്കിലും കൊല്ലാനായിട്ടാണ് വന്നതെങ്കിലും പൂതനയ്ക്ക് ഭഗവാന്റെ ദേഹവുമായി ചേർച്ചയുണ്ടായ സമയത്താണ് മരണമുണ്ടായത്. ദ്വേഷഭാവത്തോടു കൂടിയാണെങ്കിലും അവൾ ശ്രീകൃഷ്ണനെ പുത്രനെ മാതാവെന്ന പോലെ മടിയിൽ കിടത്തി മുലയൂട്ടുകയാണല്ലോ അവസാനമായി ചെയ്തത്. അവളുടെ സ്തനദ്വാരങ്ങളിൽ കൂടി ഭഗവാൻ പ്രാണവായുക്കളെ ഭുജിച്ചപ്പോൾ തന്നെ അവളുടെ സർവ്വ പാപങ്ങളും ഇല്ലാതെയായി. അതിനാൽ അവൾക്ക് സദ്ഗതി ലഭിച്ചു. ആലോചിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണിത്. കുട്ടികളെ കൊല്ലുന്ന രാക്ഷസിയാണ് പൂതന. രക്തം കുടിക്കുന്നവളും മാംസം ഭക്ഷിക്കുന്നവളുമാണ്. മുലയിൽ വിഷം തേച്ചുകൊണ്ട് ബാലനായ ഭഗവാനെ കൊല്ലാനാണ് വന്നത്. എങ്കിലും ഭഗവാന്റെ അംഗസ്പർശം കൊണ്ട് മാത്രം അവളുടെ പാപങ്ങൾ നശിച്ചു. സത്തുക്കൾക്കു സിദ്ധിക്കുന്ന സദ്ഗതി അവൾക്കും ലഭിച്ചു. ആ സ്ഥിതിക്ക് സർവ്വപാപങ്ങളെയും സംഹരിക്കുന്ന സർവാന്തരവ്യാപിയായ കൃഷ്ണഭഗവാന് പാലും വെണ്ണയും മറ്റും നൽകി
പൂജിക്കുന്നവർക്ക് ശ്രീകൃഷ്ണ സായുജ്യം ഉണ്ടാകുമെന്നതിന് സംശയമില്ല. പൂതനയുടെ ചിതാഗ്നിയിൽ നിന്നുയർന്നു വന്ന സുഗന്ധം അനുഭവിച്ച വ്രജവാസികളെല്ലാം ആ സ്ഥലത്തേക്ക് വന്നു നോക്കി നിന്നു. അമ്പാടിയിലെ ജനങ്ങളെല്ലാം നന്ദഭവനത്തിലെത്തി ബാലനെ ചൂഴ്ന്നു നിന്നു. അവനെ അവർ മനോഹരമായ വേഷം ധരിപ്പിച്ചു. മധുരയിൽ നിന്ന് വന്നവർ പൂതന വന്നതും മുല കുടിപ്പിച്ചതും മരിച്ചതുമായ കഥകൾ കേട്ട് വിസ്മയത്തിനും ആനന്ദത്തിനും അധീനരായി. അവർ പറഞ്ഞു, എല്ലാം ഭംഗിയായി നടന്നു. കൊല്ലാനായി വന്നവൾ കൊല്ലപ്പെട്ടതും നന്ദഗോപപുത്രന് ആപത്തൊന്നും ഉണ്ടാതിരിക്കുന്നതിനും പന്നകശായിയായ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം മൂലമാണ്. സംശയമില്ല. വിഷ്ണു ഭഗവാന്റെ പാദപങ്കജങ്ങൾ മനസ്സിലുറപ്പിച്ച് ഭഗവാനെ ധ്യാനം ചെയ്ത് കർമ്മങ്ങളൊക്കെയും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നന്ദഗോപന് ഇനി ഒരാപത്തും വരികയില്ല. പരമാത്മാവും ജഗന്മയനുമായ ഭഗവാൻ എപ്പോഴും നന്ദഗോപനെ രക്ഷിച്ചുകൊള്ളും. നന്ദഗോപൻ്റെ ഈ പുത്രനാകട്ടെ മഹാഭാഗ്യവാനാണ്. യശോദ എന്ന ഈ അമ്മയോ ധന്യയും. ഇവിടെ എത്തി അവളുടെ സന്നിധാനത്തിൽ നിൽക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായത് തന്നെ ഒരു പുണ്യമാണ്. ഇപ്രകാരം നന്ദഗോപനെയും യശോദയും കൃഷ്ണനെയും എല്ലാവരും എപ്പോഴും വർണ്ണിച്ചു കൊണ്ടിരുന്നു. പൂതനയുടെ വധം മുതലായ കാര്യങ്ങൾ ഇപ്രകാരം കഴിഞ്ഞപ്പോൾ നന്ദഗോപനുണ്ടായ സന്തോഷത്തിന് അളവില്ല. സന്തോഷത്തിൻ്റെ വേലിയേറ്റത്തിനും നന്ദഗോപൻ്റെ വിഷ്ണു ഭഗവാനെ അത്യധികം ഭക്തിയോടുകൂടി ഓർമ്മിക്കുക തന്നെ ചെയ്തു. മധുരയിൽ താമസിച്ച് മടങ്ങിയെത്തിയ നന്ദൻ വീട്ടിലുണ്ടായ അരിഷ്ടതകളെക്കുറിച്ചും അവയിൽ നിന്നും ഒരു ദോഷവും പറ്റാതെ പുത്രൻ രക്ഷപ്പെട്ടതിനെക്കുറിച്ചും കേട്ട് സന്തോഷിച്ചു. പ്രേമ പാരവശ്യത്തോടു കൂടി പുത്രനെ വാരിയെടുത്ത് നന്ദൻ മുറുകെ പുണർന്നു. അപ്പോൾ നന്ദൻ വിചാരിച്ചു, ഈശ്വരനാണ് എനിക്ക് ഈ കുഞ്ഞിനെ പുത്രനായി നൽകിയത്. ഈശ്വരൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പൂതന എന്ന ഭയങ്കരി ഇവനെ കൊന്നുകളയുമായിരുന്നു. ജഗദീശ്വര, അങ്ങയുടെ മായയ്ക്ക് അരുതാത്തതായി ഒരു കാര്യവും 3 ലോകങ്ങളിലുമില്ല. പ്രഭോ, എൻ്റെ വംശത്തെ എപ്പോഴും പരിപാലിച്ചാലും. ഇപ്രകാരം വിചാരിച്ചു കൊണ്ട് നന്ദഗോപൻ തൻ്റെ ഭാര്യയായ യശോദയോട് ചേർന്ന് പുത്രനെ ലാളിച്ചു. ഗോകുലത്തിലെ എല്ലാവർക്കും വലിയ സുഖം നൽകിക്കൊണ്ട് നന്ദഗോപൻ ശോഭിച്ചു. പൂതനാമോക്ഷം എന്ന ഈ കഥയുടെ ശ്രവണഫലമാണ് തുടർന്ന് പറയുന്നത്. സദാനന്ദ സ്വരൂപനും മംഗലമൂർത്തിയുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലചരിതത്തിലെ ഈ പൂതനാമോക്ഷ കഥ ഭക്തിപൂർവ്വം കേൾക്കുകയോ ഓർക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർക്ക് ദുരിതങ്ങൾ ഇല്ലാതാവുകയും മോക്ഷം സിദ്ധിക്കുകയും ചെയ്യും.